12 വർഷത്തിലൊരിക്കൽ ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായ മണപ്പുറത്ത് മലയാളക്കര കൊണ്ടാടിയിരുന്ന ലോകപ്രശസ്തമായ മഹാമേളയാണ് മാമാങ്കം. 15-ാം നൂറ്റാണ്ടോടെ യഥാർത്ഥ അവകാശികളായ വള്ളുവനാട്ടിലെ വെള്ളാട്ടിരിയെ ചതിച്ചു തോൽപ്പിച്ച് കോഴിക്കോട്ടെ സാമൂതിരി മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷനായി. തോൽവി സമ്മതിക്കാതെ, അടിമക്കൊടി അയക്കാതെ വള്ളുവനാട്ട് രാജാവ് ഓരോ മാമാങ്കത്തിനും തൻ്റെ മികച്ച യോദ്ധാക്കളെ ചാവേറുകളായി അയച്ചുകൊണ്ടിരുന്നു. സാമൂതിരിയുടെ സൈന്യത്തിൻ്റെ അംഗബലത്തിനും ആയുധശേഷിക്കും മുന്നിൽ ധീരമായി പോരാടിയ വള്ളുവനാട്ടിലെ വീരന്മാർ മാമാങ്കത്തറയിൽ ആത്മബലി നടത്തി അമരത്വം നേടി. 3.5 നൂറ്റാണ്ടോളം വള്ളുവനാടും സാമൂതിരിയും തമ്മിൽ തുടർന്ന കുടിപ്പക ചുവപ്പിച്ച ദേശത്തിൻ്റെയും ജനതയുടെയും രേഖകളിൽ 1695-ാം ആണ്ടിൽ നടന്ന അപൂർവമായ ചരിത്ര സംഭവങ്ങളുടെ ഭാവനാവിഷ്കാരമാണ് ഈ ചലച്ചിത്ര ശ്രമം. ഒരിക്കലും മറക്കാത്ത കാഴ്ച ലോകത്തിത് ഒന്നേ ഉള്ളൂ. കണ്ണു നിറച്ച് കണ്ടോളൂ. മാമാങ്ക മഹാമകം. ചോളരാജ്യരും പരദേശികളും വാണിഭക്തരും പട്ടന്മാരും ചെട്ടി യവനരും ബൗദ്ധരും എല്ലാം ഇതാണ് പുരുഷൻ. പറഞ്ഞു കൊടുക്കണോ? ഉള്ളത് പറഞ്ഞാൽ മതി, പെരുക്കം വേണ്ട. ആവശ്യത്തിന് വർണ്ണനയാണെന്നെ ഇതെല്ലാം ദിക്കിന്ന് എത്രയെന്ന് വെച്ച ആൾക്കൂട്ടം. വളയാണ്ടേയും പോയാണ്ടേയും നേർവര നടക്കാനാവാത്തത്ര വ്യാപാരവും ആവാടി ഒരു എത്രയാ വന്നു മറയണേ. സാമൂതിരി നാടിനോട് പകയുള്ളവരാ അയൽനാടായ വള്ളുവനാട്ടുകാർ. 4-ാം വേദം സ്വീകരിച്ച് മക്കയ്ക്ക് പോയി മരിച്ച ചേരമാൻ പെരുമാളിന് ശേഷം ഈ പെരും പട്ടണത്തിന്റെ നടത്തിപ്പും ചുമതലയും വെള്ളാട്ടിരിക്കാൻ, അതായത് വള്ളുവനാട്ടെ രാജാവിന്. ചത്തും കൊന്നും വെന്നും വാണുകൊള്ളാൻ ചേരമാൻ പെരുമാൾ കൊടുത്ത അനുവാദത്തിന്റെ ബലത്തിലും ന്യായത്തിലും സാമൂതിരി അവകാശം വാളുകൊണ്ട് നേടി. അത് 3.5 നൂറ്റാണ്ട് മുമ്പ്. കാഴ്ചക്ക് ഇത്ര രസമുള്ള കുടിപ്പകൽ ലോകത്ത് വേറെ എവിടെയാവുള്ളേ? തിരുമാന്താംകുന്നിൽ അമ്മയുടെ മാലയും ചാർത്തി ഭസ്മവും പൂശി ചാവേറുകൾ വന്നിരുന്നതൊക്കെ മാറി. ഇപ്പൊ എവിടെയാ, എങ്ങനെയാ പതുങ്ങണേന്ന് അറിയില്ല. അടിമക്കൊടി അയക്കാത്തവരെയും എതിര് നിൽക്കുന്നവരെയും വിളിച്ചു ചൊല്ലുമ്പോ എങ്ങു നിന്നില്ലാതെ കുതിച്ചു ചാടി വരും തിരുമാല പോലെ വീരന്മാർ. ഇണപ്പുടവ ഞുഴഞ്ഞുടുത്ത് മുത്തുക്കുടയും തിരുവാഭരണങ്ങളും ചാർത്തി തമ്മേപ്പണിക്കർക്ക് ദക്ഷിണ നൽകി ഗണപതിക്ക് നിവേദിച്ച് ഭഗവതിയെ വന്ദിച്ച് ഒറ്റവിളിയും കതിനയും കൈത്തോക്കും വെച്ച് ഭഗവതിയെ എഴുന്നള്ളിച്ച് അതേ വഴിയെ പുറായിലേക്ക് എഴുന്നള്ളി. ഘോഷയാത്ര നിൽക്കുമ്പോൾ കപ്പൽ കലഹമായി. അത് കഴിഞ്ഞാ മണിത്തറ ഏറുന്നത് താമൂരിത്തമ്പുരാൻ. പിന്നെ കിഴക്കോട്ട് തിരുനാവാത്തേവരെ തൃക്കൈ കൂപ്പി ഉടവാളിറക്കും. ഏറനാട്ടെ കൊത്തുവാളും കോഴിക്കോട്ടെ തലച്ചെന്നൂരുമാണ് സാമൂതിരിയെ കാക്കാൻ ചുമതലയുള്ളവര്. ആചാരവെടി മുഴങ്ങും. അപ്പോഴാ എതിർവാക്ക് കേൾക്കുന്നത്. കുന്നും കടലും അടക്കി ഭരിക്കുന്ന കുന്നലക്കോൻ സാമൂതിരി തിരുമനസ് ഈ മാമാങ്ക മഹാമകത്തിന്റെ രക്ഷാപുരുഷനായി ആരോഹണം ചെയ്യുന്നതിൽ എതിർപ്പ് നിൽക്കാൻ ഈ നാട്ടായ്മയിൽ ആരെങ്കിലും ഉണ്ടോ?
ചന്ദ്രോത്ത് വലിയ പണിക്കരും ചാവേറുകളും.
കളരിയിൽ പെൺകുട്ടികളും തെളിയണമെന്ന് അമ്മ പറഞ്ഞത് എത്ര നന്നായി. പേരും പിറപ്പും മാത്രം പോരല്ലോ പെണ്ണിന്. ആ അമ്മേ, തിരുമാന്താം കുന്നിലമ്മ വന്നെൻ്റെ കട്ടിലിരുന്നു. രക്തം പോലത്തെ പട്ടും തെച്ചിപ്പൂമാലയുമായി ഭഗവതി വന്നിരുന്നു എൻ്റെ അരികത്ത്. കയ്യിൽ പിടയുന്ന വാളുമായി എനിക്ക് ദർശനം തന്നു പറഞ്ഞു, ഉണ്ണി മാമാങ്കം കാണാൻ പോണമെന്ന്. ഇനി പോകാതെ വയ്യ. ദേവി ചതിച്ചോ? 5-6 പെറ്റിട്ടും എനിക്കിനി ആടായിട്ട് നീയേ ഉള്ളൂ. ഇനിയും കുരുതി വേണോ എന്ന് കൂടി ആലോചിക്കണം. കാലം മാറിയില്ലേ ഉണ്ണി? തിരുമാന്താം കുന്നിലമ്മ വിളിച്ചതില്ല, ഞാൻ പോകാതിരിക്കുന്ന എങ്ങനെ? എനിക്കിനി ആങ്ങളെയായി ആശ്രയായി നീയേ ഉള്ളൂ. നീ പോയാ അമ്മയ്ക്കിനി ആരുണ്ട്? ഈ ഉണ്ണികൾക്കാരുണ്ട്? ഞങ്ങൾക്കാരുണ്ട്? ഇത്ര പേര് വെട്ടിമരിച്ചിട്ട് എന്ത് കിട്ടി? അമ്മേ, ഒന്ന് പറഞ്ഞു നോക്ക്. ഈ മാമാങ്കം ചതിത്തറയാണെന്ന് ആർക്ക് തന്നെ അറിഞ്ഞുകൂടാ? തടയാനാവില്ല, എനിക്ക് പാടില്ല. കുലമര്യാദകളില്ലേ? ചന്ദ്രോത്ത് നിന്ന് ഇങ്ങനൊരാൾക്ക് ദർശനം കിട്ടിയെന്ന് വെച്ച് എന്താ ചെയ്യുക? വെട്ടിച്ചാവലേ ഉണ്ടാവുന്ന തിരുവള്ളം ഉണ്ടായേ. കാലാകാലങ്ങളായിട്ട് എന്താ ഫലം ഉണ്ടായേ? ആരെയും അധീരപ്പെടുത്താനല്ല, പക്ഷെ പറയാണ്ടിരിക്കാനാവണില്ല. തലയെടുപ്പായിട്ട് ഈ കുട്ടിയേ ഉള്ളൂ. ഇവനെങ്ങനെ പുറപ്പെടണോ? ചോരയും നീരും കൊടുത്ത് നൊന്ത് പെറ്റ വയറിന്റെ ദണ്ണം ആരും കാണാതെ പോകരുത്. കുടിപ്പയക്ക് വേണ്ടി ഇനിയും കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കണം. അപ്പ അടിമക്കൊടി അയക്കന്നെ. ഇത് പറയാൻ എങ്ങനെ നാവ് പൊന്തി? പെറ്റ വയറിന്റെ ദണ്ണം. വള്ളുവനാടിന്റെ മാനം കാക്കാൻ അല്ലെങ്കിൽ ഇന്നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ എന്തിനു പെറണു? ഇക്കാലം അത്രയും തിരുമാന്താംകുന്നിയിൽ അമ്മയുടെ അനുഗ്രഹം വാങ്ങി തിരുനാവായിൽ പോയി മണിത്തറയിൽ നിൽക്കുന്ന ആ സാധനത്തിന്റെ തലയടിഞ്ഞ് വെള്ളാട്ടിരിയെ വാഴിക്കാൻ ജീവത്യാഗം ചെയ്തവരൊക്കെ മൂഢർ. ഈ മണ്ണ് തുടിക്കണത് അവരുടെ ചോരയ്ക്ക് പ്രതികാരം ചോദിക്കാനാ. അവരൊക്കെ വീരസ്വർഗം പൂകിയത് ഈ നാടിന്റെ മാനം കാക്കാനാ. അങ്ങനെ കൊല്ലാനും ചാവാനും ഭാഗ്യം ചെയ്യണം. നിലപാട് തറയിൽ വെട്ടിക്കൊന്ന വെള്ളാട്ടിരിക്ക് സ്ഥാനം കിട്ടുവോ? ഭയത്തേക്കാൾ ഭയപ്പെടുത്തുന്നതായിട്ട് ഒന്നുമില്ല. വള്ളുവനാട്ടിൽ ഒരാണെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ മണിത്തറയിൽ നിലപാട് നിൽക്കുന്ന ആ താമൂരിയെ വെട്ടിക്കൊന്ന് ആത്മബലി കൊടുത്ത പൂർവികരുടെ അഭിമാനം കാക്കും. ആരെയാ പാണന്മാര് ഭൂലോകം മുഴുവൻ പാടി പുകഴ്ത്തുന്നത്? പാട്ടിൽ കയറിയ പിന്നെ മരണമുണ്ടോ? വള്ളുവനാട്ടിലെ കുട്ടികൾക്കല്ലാതെ മലക്കങ്ങളും പെരുമലക്കങ്ങളും ആർക്കാ അറിയണേ? അടിമയായി ജീവിച്ച് മരിക്കലല്ല, ചാവേറായി ചാവലാണ് നമ്മുടെ പാരമ്പര്യം. ആറങ്ങോട്ട് കരക്കാരനെന്ന് പറഞ്ഞ് ഒരിക്കലും മുഖം താഴ്ത്തിയിട്ടില്ല, ഒരിക്കലൊഴികെ. അനുഗ്രഹം വാങ്ങിപ്പോയി നാടിനെ ഒറ്റി ദേവിയെ ചതിച്ച്
കുലത്തെ മാനം കെടുത്തി ചാവേറി ചാടിപ്പോയ ആ നാളോർക്കുമ്പോഴൊക്കെ ഉള്ളു തകരും. അന്ന് നമ്മളെ ഒറ്റിപ്പോയ ആ സാധനത്തിന്റെ കൂട്ടത്തിൽ ഒറ്റുകാരായി കൂടണോ? നമുക്കൊരു ചരിത്രമുണ്ട്. അത് മറന്നിട്ട് പൂർവികരെ ചതിച്ച് മൊളിഞ്ഞും കൊന്ന മഹാപാപിക്ക് കീഴടങ്ങി കുലദൈവങ്ങളെയും പരമ്പരയെയും ചതിക്ക്. പിന്നെ സമ്പത്തും പ്രതാപവും പുതുമനക്കാർക്കാണല്ലോ. വെള്ളാട്ടിരിയുടെ സ്വന്തം പെങ്ങളാണെന്നല്ലേ വെപ്പ്. അവര് മാത്രം തീരുമാനിച്ചാ മതിയെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ പോയേക്കാം. ഇരിക്കുക. മങ്കടേന്ന് ദൂതൻ ഉണിക്കോരൻ എത്തിയിട്ടുണ്ട്. ഞാനായിട്ടൊരു തീരുമാനം പറയും മുമ്പ് തിരുവായി എന്താ അരുളിയെന്നും കൂടി അറിയണം. വെറുതെ അല്ലേ പോയി മരിച്ചിട്ടുണ്ടാന്ന് തിരുവായി മൊഴിഞ്ഞു. ഗുരുപരമ്പരകളെ തെറ്റിക്കാനാവണില്ല. ദേവീ ദർശനം തള്ളി ഈ നാടിന് ആപത്തും വരുത്തി വയ്ക്കാനാവില്ല. അതിനാൽ ചാവേറ് പോവുക തന്നെയെന്ന് തറവാടുകൾ കൂട്ടം കൂടി തീരുമാനമായി എന്ന് തിരുവുള്ള ഉണർത്തിച്ചോളൂ ഉണിക്കോര. അമ്മാവ, എനിക്കും ദർശനം ഉണ്ടായി. മാമാങ്കത്തിന് ഞാനും വരുന്നുണ്ട്. ഇല്ല ഉണ്ണിയെ, അമ്മ വിടൂല മോനെ. ഉണ്ണി, നിന്നെ കൊണ്ടുപോകാനാകില്ല എനിക്ക്. അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഉണ്ണികൾക്കും എന്നെ നീയേ ഉള്ളൂ. എനിക്കും കിട്ടിയത് തിരുമാതാംകുന്നിൽ അമ്മയുടെ ദർശനം തന്നെയാ. വിരുത്തിപ്പണം കൊടുക്കുന്ന ചടങ്ങിന് തമ്പ്രാനും മന്ത്രിമാരും ആന അമ്പാരിയൊക്കെ ഉണ്ടാവും അമ്മാവ. എണ്ണയും കിണ്ണം എടുക്കാൻ മറന്നു. നീ ഇപ്പോൾ എടുത്തിടുക. എന്താ വല്ലി? തമ്പ്ര, അത് ചതിപ്പെടുത്താൻ വന്ന കൂട്ടത്തിൽ ഒരുത്തരാ. 2 എണ്ണം കൂടി പോയിട്ടുണ്ട്. എങ്ങനെ വരാൻ തോന്നി? ആദ്യമായിട്ട് അവസാനമായിട്ടാ. ഇനി ഒരുത്തരം വരില്ല. ഞങ്ങൾ നോക്കിക്കോളാം. കോഴിക്കോട്ടെ കപ്പലോട്ടം കഴിഞ്ഞെത്തിയ നമ്മുടെ വള്ളൂർനാടൻ കൂട്ടത്തെ കൊള്ളയെ നടത്തി കൊള്ളിവെച്ച് താമൂരിപ്പെടാം. ഈ മണ്ണിലേക്ക് ഇനി ഒരു തരി പൊന്നെത്തിക്കൂടല്ലോ. നമുക്ക് വിവരം കിട്ടിയോണ്ട് പന്തലായനി ഇറങ്ങി കട്ടവണ്ടി കയറി വരുന്ന വഴിയാ ഇവിടുത്തെ വിവരങ്ങൾ അറിയണത്.
എല്ലാം കേട്ടപ്പോൾ ഇങ്ങോട്ട് വന്ന് കാണാതെ ഒരു സ്വൈര്യം കിട്ടിയില്ല. ഒരു ജന്മം കൊണ്ട് സ്വരക്കൂട്ടിയത് മുഴുവനുണ്ടല്ലോ പൊന്നായിട്ട്. മൈമുനാന്റെ നിക്കാഹ് നടത്തണ്ടേ? അതിന് ഇവനുണ്ടല്ലോ. സ്വന്തം മണ്ണിൽ കുരുത്ത കുരുമുളക് കൊണ്ടുണ്ടായ ഈ പൊന്നുകൊണ്ട് വേണം നമ്മുടെ വേറെറുത്ത പാപിയുടെ ഉയിരിന്റെ കെട്ടറുക്കാൻ. ഇത് നിങ്ങളുടെ ദേഹത്ത് ഒരു മൂന്നാമത്തെ കൈയായിട്ട് കിടന്നുണ്ട്. ഒപ്പം നമ്മളുണ്ട്. ചാവേറാണെന്നും കരുതി വെട്ടത്തതിർത്തിയില് കളറി കയറിയിട്ട് 3 ആണ്ട് പോലും ആകാത്ത പൈതങ്ങള് കുളത്തിൽ കെട്ടി താഴ്ത്തി താമൂരിന്റെ ആൾക്കാര്. അറിഞ്ഞു. ഇവിടെ ആരെയും അറിയിക്കണ്ട. കടലിലെയും കച്ചവടത്തിലെയും നിയമം തെറ്റിക്കുന്നവനാ താമൂരി. ആ നെറിയില്ലാത്തവന്റെ മുന്നിൽ നമ്മൾ പോയാലും എന്താവുന്ന? ശരിയുള്ള ഒരു ശക്തിയുള്ളവന്റെ മുന്നിൽ എപ്പോഴും ജയിച്ചു എന്ന് വരില്ല. എന്നാലും ഇടയ്ക്കൊരു വിളക്കെങ്കിലും മിന്നില്ലെങ്കിൽ എല്ലാം ഇരുട്ടാവില്ലേ? എല്ലാവർക്കും ഇരുട്ടെന്നേ പഴക്കായി. എന്നിട്ടും വെട്ടത്തെ പറ്റിയൊരു ഓർമ്മ. എല്ലാറ്റിനും മീതെ നിൽക്ക്. പാണന്റെ പാട്ടിന് പകിട്ടാവട്ടെ.